ഈശോ എന്തുകൊണ്ടാണ് പിൻവാങ്ങിയത്? വീണ്ടും നമുക്ക് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 51 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 51 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു. പോകുന്ന വഴിയിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ക്രമീകരിക്കാൻ വേണ്ടി 2-3 ശിഷ്യന്മാരെയൊക്കെ അയച്ചു. അപ്പോൾ ഈ ശിഷ്യന്മാർ ഈശോ പോകേണ്ട റൂട്ടിലൂടെ പോകുമ്പോൾ അവർക്ക് പോകേണ്ടത് സമരിയ ദേശത്തു കൂടിയാണ്. സമരിയാക്കാരെന്ന് പറയുന്നത് ഈ യഹൂദരുമായി കീരിയും പാമ്പും കണക്കെയാണ്. നമുക്കറിയാം, യഹൂദ യുദ്ധം ആരംഭിക്കാൻ ഒരു കാരണം സമറിയാക്കാർ ജെറുസലേം ദേവാലയത്തിന്റെ മുൻപിൽ കിടക്കുന്ന അസ്ഥികഷണങ്ങൾ എടുത്ത് ഈ ദേവാലയത്തിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ഈ ദൈവം താമസിക്കുന്നത് ഈ ആലയത്തിലല്ല, ഞങ്ങളുടെ ഗെരിസീം മലയിലാണ്. ജെറുസലേമിൽ അല്ലത് യഹോവ, ഞങ്ങളുടെ ഗെരിസീം മലയിലാണ്. ഇതാണ് യഹൂദ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു കാരണം. അത്ര ഒരു റൈവൽറി, അത്ര ഒരു യുദ്ധമാണ് യഹൂദരും സമറയക്കാരും തമ്മിലുള്ളത്. അപ്പോൾ യഹൂദനായ ഈശോയും യഹൂദനായ ശിഷ്യന്മാരും ജെറുസലേമിലേക്ക് പോകുന്നു എന്നറിഞ്ഞിട്ട് സമറിയാക്കാരെന്ത് ചെയ്തു? ഈ ശിഷ്യന്മാരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒരുക്കാൻ ഇവിടെ വന്ന ഈ ശിഷ്യന്മാരെ ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു, എങ്ങോട്ടാ പോന്നേ, എങ്ങോട്ടാ? അവർ പറഞ്ഞു ജെറുസലേമിലേക്ക്. ബ്ലോക്കായിട്ട് തടഞ്ഞിട്ട് പറഞ്ഞു, ജെറുസലേമിലേക്കാണെന്നുണ്ടെങ്കിൽ വേറെ റൂട്ട് എടുത്ത് പോയാൽ മതി, ഇതുവഴി വേണ്ടാന്ന് പറഞ്ഞു.